ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. മീറ്റിംഗ് അവസാനിപ്പിച്ചു. എല്ലാവർക്കും ഗൗരിയോട് ദേഷ്യം തോന്നി. അവർ പിറുപിറുത്തുകൊണ്ട് മീറ്റിംഗ് ഹാളിൽ നിന്ന് എഴുന്നേറ്റ് പോയി. ഗൗരിക്ക് വല്ലാതെ സങ്കടം തോന്നി. അപ്പോൾ അഞ്ജലിയും നാൻസിയും അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, കൺഗ്രാജുലേഷൻസ്, നിന്റെ പ്രസംഗം നന്നായിരുന്നു. അവൾ അവരെ ഒന്ന് നോക്കിയതിനു ശേഷം അവിടുന്ന് അവളുടെ സീറ്റിൽ പോയിരുന്നു. ആരും പരസ്പരം ഒന്നും സംസാരിക്കാതെ അവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു തെറ്റ് ചെയ്ത കുറ്റവാളിയെപ്പോലെ ഗൗരിയിരുന്നു. അഞ്ജലിയും നാൻസിയും മാത്രം വലിയ സന്തോഷത്തിലായിരുന്നു. ദേവൻ അവൻ്റെ ക്യാബിനിൽ ചെയറിൽ ചാരിക്കിടന്ന് കണ്ണുകളടച്ച് ബ്ലൂടൂത്തിൽ മീറ്റിംഗിൽ ഗൗരി പറഞ്ഞതിൻ്റെ ക്യാമറ റെക്കോർഡ്സ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രവി വന്ന് ഡോറിൽ മുട്ടി. എന്നാൽ ചെവിയിൽ ബ്ലൂടൂത്ത് വെച്ചിരിക്കുന്നതിനാൽ ദേവൻ കേട്ടില്ല. രവി ഡോർ തുറന്ന് അകത്ത് വന്ന് ദേവനെ തൊട്ട് സർ എന്ന് വിളിച്ചപ്പോൾ ദേവൻ കണ്ണുകൾ തുറന്നു നോക്കി. എന്തായി? ദേവൻ ചോദിച്ചു. അവളെക്കുറിച്ച് അവളുടെ നാട്ടുകാർക്ക് കൂടുതലായി ഒന്നും അറിയില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ അവൾ ഇവിടുന്ന് മുത്തശ്ശിയുടെ കൂടെ പോയതാ. ഇപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ ഇവിടെ വന്നിട്ട്. വീട്ടിൽ അമ്മ, അച്ഛൻ, പിന്നെ 2 അനിയത്തിമാരുണ്ട്. അനിയത്തിമാർ പഠിക്കുക. ഒരാൾ 6ലും ഒരാൾ 9ലും. ഇവളാ മൂത്തത്. അച്ഛൻ ടൗണിലെ ഒരു ഫൈനാൻസേഴ്സിൽ ചിട്ടിപ്പിരിവിന് പോവുക. രവി പറഞ്ഞു. ആ വാ എന്ന് പറഞ്ഞ് ദേവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്തിനാ സാർ? എവിടേക്കാ? എന്താ സാറിൻ്റെ പ്ലാൻ? ഒന്ന് പറയൂ. അബദ്ധമൊന്നും കാണിക്കേണ്ട സാർ. അതൊരു പെണ്ണാ. എന്തെങ്കിലും ചെയ്തു പോയാൽ കേസ് എങ്ങനെ ആക്കിയെടുക്കാൻ പറ്റുമെന്ന് അറിയാലോ, രവി പറഞ്ഞു. ഇത് കേസൊന്നും വരാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ എനിക്കറിയാം. നീ വാ എന്ന് പറഞ്ഞ് ദേവൻ അവൻ്റെ ക്യാബിൽ നിന്നിറങ്ങി. അവൻ പോകുമ്പോൾ ഗൗരിയുടെ സീറ്റിൽ അവൾ ഇരിക്കുന്നത് കണ്ട് അവന് വല്ലാതെ ദേഷ്യം വന്നു. ദേഷ്യത്തോടെ അവളെ നോക്കി പല്ല് കടിച്ച് അവിടുന്ന് പോയി. രവി പിന്നാലെ ചെന്നു. ദേവൻ കാറിൽ ചെന്നിരുന്നപ്പോൾ രവി ചോദിച്ചു, എവിടേക്കാ സാർ? പറയാം, നീ വണ്ടിയെടുക്ക് എന്ന് പറഞ്ഞ് ദേവൻ ഡോർ അടച്ചു. അവർ നേരെ ചെന്നത് ഗൗരിയുടെ വീട്ടിലേക്കാണ്. ഗേറ്റ് കടന്ന് മുറ്റത്ത് കാർ നിർത്തിയപ്പോൾ ദേവൻ പറഞ്ഞു, നീ ഇവിടെ ഇരുന്നാൽ മതി, ഞാനിപ്പോൾ വരാം. സാർ എന്തിനാ ഇവിടെ വന്നത്? രവി ചോദിച്ചു. എല്ലാം വിശദമായി പറയാം എന്ന് പറഞ്ഞ് ദേവൻ ഗൗരിയുടെ വീട്ടിലേക്ക് കയറി ചെന്നു. കോളിംഗ് ബെൽ അടിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പങ്കജം വന്ന് ഡോർ തുറന്നു. അവരെന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് രവിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. ആ സ്ത്രീ ചിരിച്ചുകൊണ്ട് ദേവനെ അകത്തേക്ക് കൊണ്ടുപോയി. രവി വല്ലാതെ അസ്വസ്ഥനായി. സാർ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് പറയുന്നില്ല. ആ പെണ്ണിനോടുള്ള ദേഷ്യത്തിൽ എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ എന്തു ചെയ്യും എന്നാലോചിച്ച് രവി വല്ലാതെ ടെൻഷൻ അടിച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ദേവൻ അവിടെ നിന്ന് ഇറങ്ങി വന്നു. സാർ എന്താ അവരോട് സംസാരിച്ചത്? രവി ചോദിച്ചു. എല്ലാം ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ, സമയാവട്ടെ, ദേവൻ പറഞ്ഞു. ആ സമയത്ത് ഓട്ടോയിൽ ദിയയും ദീപ്തിയും ഗേറ്റിന് മുന്നിൽ വന്നിറങ്ങി. അവർ ഗേറ്റ് കടന്നു വരുമ്പോൾ ദീപ്തി ദേവനെയും രവിയെയും നോക്കി പറഞ്ഞു, ഹായ്, അന്ന് ചേച്ചിയെ കാണാൻ വന്ന ആളല്ലേ? ചേച്ചി ഓഫീസിൽ പോയിരിക്കുക. കുറച്ച് സമയം കൂടി കഴിഞ്ഞേ വരൂ. ഞാൻ ചേച്ചിയെ കാണാൻ വന്നതല്ല, നിങ്ങളുടെ അമ്മയെ കാണാൻ വന്നതാ. പോട്ടെ എന്ന് പറഞ്ഞ് അവർ അവിടുന്ന് പോയി. കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദേവൻ ബ്ലൂടൂത്ത് ചെവിയിൽ വെച്ച് മീറ്റിങ്ങിൻ്റെ വിഷ്വൽസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഓഫീസിലേക്ക് തിരികെ എത്തുമ്പോൾ ഓഫീസ് ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓഫീസിൽ വന്നിരിക്കുമ്പോഴും മീറ്റിങ്ങിൽ ഗൗരി പറഞ്ഞ ക്യാമറ റെക്കോർഡ്സ് കേട്ടുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. ഓഫീസ് ടൈം കഴിഞ്ഞു പോകുമ്പോൾ ദീപ ഗൗരിയോട് സംസാരിക്കാൻ നിന്നില്ല. ഗൗരി ദീപയുടെ പിന്നാലെ ചെന്ന് ചോദിച്ചു, ചേച്ചി എന്നോട് പിണങ്ങിയിരിക്കുകയാണോ? എനിക്ക് നിന്നോട് പിണക്കൊന്നുമില്ല, പക്ഷേ നല്ല ദേഷ്യമുണ്ട്. ഇന്ന് അത്രയും സ്റ്റാഫിൻ്റെ മുന്നിൽ വെച്ച് ദേവനെ ചോദ്യം ചെയ്തത് ഒട്ടും ശരിയായില്ല. അത് ദേവന് ക്ഷമിക്കാൻ കഴിയില്ല. ദേവനെക്കുറിച്ച് മുഴുവനായി അറിയാതെയാണ് നീ അതെല്ലാം വിളിച്ചു പറഞ്ഞത്. അവിടെ വെച്ച് അതിന് ദേവൻ നിന്നെ വഴക്ക് പറയോ ആ ദേഷ്യത്തിന് അടിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടാവില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉള്ള ദേവൻ്റെ ആ ശാന്തത അതെന്നെ വല്ലാതെ ടെൻഷനാക്കുന്നുണ്ട്. ദേവൻ ഒരാളോട് ദേഷ്യം തോന്നിയാൽ അതിനയാളോട് ശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കും. എന്നാൽ ഇന്ന് ഒരക്ഷരം മിണ്ടാതെ ഇറങ്ങിപ്പോവുക ചെയ്തത്. നിന്നോട് ദേവൻ എങ്ങനെ പകരം വീട്ടാൻ പോകുന്നതെന്ന് പറയാൻ കഴിയില്ല, ദീപ പറഞ്ഞു. എന്നോട് എങ്ങനെ പകരം വീട്ടാനാ ചേച്ചി? ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുമായിരിക്കും. നാളെ വീട്ടിൽ നിന്നിറങ്ങിയ തിരിച്ചു ചെല്ലാതെ മറ്റെവിടെയെങ്കിലും പോകണം. അല്ലെങ്കിൽ വിവാഹത്തിന് തൊട്ടു മുൻപ് ആത്മഹത്യ ചെയ്യണം.
എന്ന തീരുമാനത്തിലിരിക്കുന്ന എനിക്ക് ഇനി ഈ ജോലിയുടെ ആവശ്യം എന്താ ചേച്ചി? ഗൗരി പറഞ്ഞു. ഗൗരി, നീ അങ്ങനെയൊന്നും പറയാതെ. നാളെ വീട്ടിൽ നിന്നിറങ്ങി ജോലി കഴിഞ്ഞാൽ നീ എൻ്റെ കൂടെ പോരെ? ഒരു ഹോസ്റ്റൽ ശരിയാവുന്നത് വരെ എൻ്റെ വീട്ടിൽ നിനക്ക് താമസിക്കാം. നിനക്ക് സമ്മതാണെങ്കിൽ എൻ്റെ കൂടെ സ്ഥിരമായി നീ താമസിക്കുന്നതിനും എനിക്കൊരു വിരോധമില്ല, ദീപ പറഞ്ഞു. വേണ്ട ചേച്ചി, ഒരുപക്ഷെ ഞാൻ അവിടെയാണ് താമസിക്കുന്നതെന്നറിഞ്ഞ് എൻ്റെ അച്ഛൻ വന്ന് പ്രശ്നമുണ്ടാക്കിയാൽ അത് ചേച്ചിക്ക് ബുദ്ധിമുട്ടാവും, ഗൗരി പറഞ്ഞു. ഒരു ഹോസ്റ്റലിലാണ് നീ താമസിക്കുന്നതെങ്കിൽ നിന്റെ അച്ഛൻ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയാൽ ആ ഹോസ്റ്റലിൽ നിന്ന് നിന്നെ പറഞ്ഞു വിടില്ലേ? എനിക്ക് ബുദ്ധിമുട്ടാവുമെന്ന് കരുതി നീ വരാതിരിക്കണ്ട. നാളെ വീട്ടിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിറങ്ങിക്കോ. ബസ് വരുന്നുണ്ട്, നാളെ കാണാം, ദീപ പറഞ്ഞു. അത് കേട്ട് ഗൗരിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ബസ് വന്നപ്പോൾ അവർ അതിൽ കയറിപ്പോയി. ബസ് ഇറങ്ങി സമാധാനത്തോടെ വീട്ടിലേക്ക് നടക്കുമ്പോൾ അവൾ ചിന്തിച്ചു, എൻ്റെ മഹാദേവ, നീ എന്നെ മരണത്തിന് വിട്ടുകൊടുക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. ആരും ആശ്രയില്ലെന്ന് കരുതിയിരുന്ന എനിക്ക് കൂടപ്പിറപ്പിനെ പോലൊരു ചേച്ചിയെ തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നല്ല മനസ്സുള്ള ആ ചേച്ചിക്കും മക്കൾക്കും നല്ലത് മാത്രം വരുത്തണേ മഹാദേവ. ഗൗരി വീട്ടിലെത്തി കുളിച്ച് ഡ്രസ് മാറി അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അവിടേക്ക് ദീപ്തി വന്നു. പോയിരുന്ന് പഠിച്ചോ, ഇല്ലെങ്കിൽ അമ്മ വഴക്ക് പറയും, ഗൗരി പറഞ്ഞു. ചേച്ചി, അന്ന് ചേച്ചിയെ കാണാൻ ഇവിടെ വന്നില്ലേ? അവർ ഇന്ന് വന്നിരുന്നു ഇവിടെ, ദീപ്തി പറഞ്ഞു. ആര്? ഗൗരി ചോദിച്ചു. അന്നൊരു ദിവസം രാത്രി എന്ന് ദീപ്തി പറഞ്ഞപ്പോഴേക്കും അവിടേക്ക് പങ്കജം വന്നു. എടി, പോയിരുന്ന് പഠിക്കാൻ നോക്ക്. ഇവളുടെ പുറകെ നടക്കരുതെന്ന് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, പങ്കജം ഒച്ച വെച്ചു. പങ്കജത്തിൻ്റെ ശബ്ദം കേട്ട് ദീപ്തി പേടിച്ചവിടുന്ന് ഓടിപ്പോയി. പങ്കജം ഗൗരിയെ വല്ലാതെ ഒന്ന് നോക്കി അവിടുന്ന് പോയി. കുറച്ച് ദിവസം അഭയം തന്ന വീടാ ഇത്. ഇവിടുന്ന് ഞാൻ നാളെ ഇറങ്ങുക. മഹാദേവ, ഇത്രയും കാലം അമ്മാവൻ്റെ വീട്ടിലായിരുന്നു ഞാൻ, ഇപ്പോൾ അച്ഛൻ്റെ കൂടെയും. ഇവിടെ രണ്ടിടത്തും എനിക്ക് നല്ല അനുഭവങ്ങളല്ല ഉണ്ടായിരിക്കുന്നത്. നാളെ ഞാൻ മറ്റൊരു വീട്ടിലേക്ക് താമസിക്കാൻ ചെല്ലുക. അവർക്ക് ഒരു ബുദ്ധിമുട്ടും എന്നെക്കൊണ്ടുണ്ടാകാതെ നീ രക്ഷിക്കണേ, ഗൗരി പ്രാർത്ഥിച്ചു. ജോലി കഴിഞ്ഞ് രാഘവൻ വീട്ടിലെത്തിയപ്പോൾ പങ്കജത്തോട് ചോദിച്ചു, എന്താ നീ ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് വിളിച്ചപ്പോൾ പറഞ്ഞത്? അതെല്ലാം പറയാം, കുറച്ച് രഹസ്യ. ആദ്യം കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്ത് അവരെ പഠിക്കാൻ വിടൂ. അപ്പോഴേക്കും ഞാൻ ചായ എടുത്തിട്ട് വരാം, എന്ന് പറഞ്ഞ് പങ്കജം അടുക്കളയിലേക്ക് പോയി. ദിയയും ദീപ്തിയും രാഘവൻ്റെ അടുത്ത് വന്നപ്പോൾ അയാൾ അവർക്ക് ചോക്ലേറ്റ് കൊടുത്തു. അവരത് വാങ്ങി പഠിക്കാൻ അവരുടെ റൂമിലേക്ക് പോയി. പങ്കജം ചായയുമായി വന്ന് രാഘവനെ കൊണ്ട് അവരുടെ റൂമിലേക്ക് കയറി വാതിലടച്ചു. ഗൗരി അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരുടെയും ശബ്ദം കേൾക്കാത്തതുകൊണ്ട് ഉമ്മറത്ത് വന്ന് നോക്കി. അവിടെ ആരെയും കണ്ടില്ല. അവൾ തിരികെ അടുക്കളയിലേക്ക് തന്നെ പോയി ജോലി തുടങ്ങി. നീ സത്യമാണോ പറയുന്നത്? രാഘവൻ ചോദിച്ചു. അതെ, ഇന്ന് വൈകുന്നേരം അയാൾ ഇവിടെ വന്നിരുന്നു. എന്നോട് കുറേ നേരം സംസാരിച്ചു, പങ്കജം പറഞ്ഞു. പക്ഷേ എനിക്കിത് കേട്ടിട്ട് അത്ര ശരിയായി തോന്നിയില്ല, രാഘവൻ പറഞ്ഞു. എന്ത് ശരികേടാ ഇതിലുള്ളത്? പങ്കജം പറഞ്ഞു. എന്നാലും ഒരാൾ ഇത്ര കാശൊക്കെ ചെലവാക്കാനും മാത്രം, രാഘവൻ പറഞ്ഞപ്പോൾ പങ്കജം പറഞ്ഞു. രഘുവേട്ടാ, വെറുതെ ഓരോ മുടക്കം പറഞ്ഞ് വന്ന മഹാലക്ഷ്മിയെ തട്ടിത്തെറിപ്പിക്കണ്ട. അല്ല, എന്നാലും, രാഘവൻ പറഞ്ഞു. ഒരെന്നാലും ഇല്ല, എല്ലാം നാളെ കൊണ്ട് ശരിയാവും. നമുക്ക് രാജയോഗാണെന്ന് കരുതിയ മതി, പങ്കജം പറഞ്ഞു. മഹേന്ദ്രത്തിൽ ദേവനും രവിയും രാമേട്ടനും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ദേവൻ ഫോണിൽ മീറ്റിങ്ങിൽ ഗൗരി പറഞ്ഞ വാക്കുകൾ ക്യാമറ റെക്കോർഡ്സിൽ കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. രവി ഫോണിലേക്ക് നോക്കി പറഞ്ഞു, സാറ് ഇത് തന്നെ എന്തിനാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്? അവളോടുള്ള പക അടങ്ങാതിരിക്കാൻ, ദേവൻ പറഞ്ഞു. സാർ, അത് വിട്ടേക്ക്. അവളെ അവിടുന്ന് പറഞ്ഞു വിട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്, രവി പറഞ്ഞു. വേഗം കഴിച്ച് പോയി കിടന്നുറങ്ങാൻ നോക്ക്. നാളെ രാവിലെ നേരത്തെ ഇവിടുന്ന് ഇറങ്ങണം. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അത് കഴിഞ്ഞിട്ടേ ഓഫീസിലേക്ക് പോകുന്നുള്ളൂ, ദേവൻ പറഞ്ഞു. എന്താ സർ? രവി ചോദിച്ചു. അതെല്ലാം നാളെ പറയാം, എന്ന് പറഞ്ഞ് ദേവൻ കഴിച്ചെഴുന്നേറ്റ് അവൻ്റെ റൂമിലേക്ക് പോയി. ദേവൻ്റെ ഉദ്ദേശം മനസ്സിലാവാതെ രവി ആശയക്കുഴപ്പത്തിലായി. പിറ്റേന്ന് നേരത്തെ ഉണർന്ന് ദേവൻ റെഡിയായതിനു ശേഷം രവിയെ വിളിച്ചു. നീ റെഡിയായില്ലേ? ദേവൻ ചോദിച്ചു. ഞാൻ റെഡിയാണ് സർ, രവി പറഞ്ഞു. ഞാനിതാ വരുന്നു, എന്ന് പറഞ്ഞ് ദേവൻ കോൾ കട്ട് ചെയ്തു. വൈറ്റ് കളർ ഷർട്ടും മുണ്ടും ധരിച്ച് ദേവൻ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നത് കണ്ട് രവി ചിരിച്ചുകൊണ്ട് ചോദിച്ചു.
സാറിനെ ഈ വേഷത്തിൽ ആദ്യമായി കാണുക. സാറ് അമ്പലത്തിൽ പോവുകയാണോ? ഏതമ്പലത്തിലേക്കാ? പറയാം, വാ എന്ന് പറഞ്ഞ് ദേവൻ അവിടുന്ന് പോന്ന് കാറിൽ കയറി. സാറ് അമ്പലത്തിൽ പോവുകയാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും ഷർട്ട് മുണ്ടും ഇടുമായിരുന്നു, രവി പറഞ്ഞു. കാർ സ്റ്റാർട്ട് ചെയ്ത് ഗേറ്റ് കടന്ന് പോന്നതിന് ശേഷം രവി വീണ്ടും ചോദിച്ചു, ഏതമ്പലത്തിലേക്കാ സാർ? അമ്പലത്തിലേക്കല്ല, നമ്മൾ ഗൗരിയുടെ വീട്ടിലേക്കാ. ഇന്ന് ഞങ്ങളുടെ വിവാഹ, ദേവൻ പറഞ്ഞു. രവി കാർ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. വിവാഹോ? അവൻ ചോദിച്ചു.